നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വാണിയമ്പാറയിൽ ആംബുലൻസിൽ MDMA കടത്താൻ ശ്രമിച്ച രണ്ടുപേർ പോലീസ് പിടിയിൽ. അഞ്ചേരി സ്വദേശികളായ ഫെയ്ത്ത, സന്ദീപ് എന്നിവരാണ് തൃശൂർ സിറ്റി പോലീസിന്റെ ലഹരി വിരുദ്ധ സേന അറസ്റ്റ് ചെയ്തത്. തൃശൂർ ഡിസ്ട്രിക്ട് ആന്റി നാർക്കോട്ടിക് സ്പെഷ്യൽ ആക്ഷൻ ഫോഴ്സും ഹൈവേ പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്. ബാംഗ്ലൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരികയായിരുന്ന 250 ഗ്രാം MDMA ഇവരിൽ നിന്ന് പിടിച്ചെടുത്തു. പാലക്കാട് തൃശൂർ അതിർത്തിയായ വാണിയമ്പാറയിൽ വെച്ചാണ് സിഗ്നൽ ലൈറ്റുകൾ തെളിച്ച് അതിവേഗത്തിൽ വന്ന ആംബുലൻസ് പോലീസ് തടഞ്ഞത്. ആംബുലൻസ് കേന്ദ്രീകരിച്ച് വൻതോതിൽ ലഹരി മരുന്ന് കടത്തുന്നുണ്ടെന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. പോലീസിനെ കണ്ട് പ്രതികൾ പരിഭ്രാന്തരായതോടെ സംശയം തോന്നി ലഹരി എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചെങ്കിലും ഇവർ മറുപടി നൽകാൻ തയ്യാറായില്ല. തുടർന്ന് ആംബുലൻസിനുള്ളിൽ പോലീസ് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ആംബുലൻസിലെ ബീക്കൺ ലൈറ്റിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ മാരക ലഹരി മരുന്ന് കണ്ടെത്തിയത്. തൃശൂരിലെ വിവിധ ഭാഗങ്ങളിൽ വിതരണം ചെയ്യാനാണ് ഇത് എത്തിച്ചതെന്നാണ് പ്രാഥമിക വിവരം. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. കൊടകര മർച്ചന്റ്സ് അസോസിയേഷന്റെ 50ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. ജില്ലാ ട്രഷറർ ജോയിൻ മുത്തേടൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ഷാജി കാളിയങ്കര അധ്യക്ഷത വഹിച്ചു. നിയോജക മണ്ഡലം ഭാരവാഹികളായ PV ഫ്രാൻസിസ്, C വിനോദ്, ഡോക്ടർ നിക്സൺ കുരുവിള, ബാബു ജോർജ്, ജോഷി നെടുമ്പാക്കാരൻ, KM രാമചന്ദ്രൻ, സിൻഡോ ദേവസി, ഷിജു ചോനേടൻ എന്നിവർ പ്രസംഗിച്ചു. SSLC, +2 പരീക്ഷകളിലും പ്രൊഫഷണൽ കോഴ്സുകളിലും ഉന്നത വിജയം നേടിയവരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി ഷാജി കാളിയങ്കര പ്രസിഡന്റ്, ബാബു ജോർജ് ജനറൽ സെക്രട്ടറി, ജോഷി നെടുമ്പാക്കാരൻ ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു. കേരള പാണൻ സമാജം കൊടകര യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സമാജത്തിലെ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ പ്രകാശൻ ഇഞ്ചുകൊണ്ട് പഠനോപകരണ വിതരണം ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് PR രാജൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി രവീന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റ് KE കുട്ടൻ, യൂണിറ്റ് സെക്രട്ടറി KV ഹരിദാസ്, ട്രഷറർ ജഗതി, ചേർപ്പ് യൂണിറ്റ് സെക്രട്ടറി സുനിൽ, കൊടകര യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PT ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കല്യാണം കഴിക്കാത്ത ഒരു കുട്ടി മാത്രം, ഒരാൾ മാത്രം ഒപ്പം നിൽക്കുമ്പോൾ അമ്മയ്ക്ക് സോഡിയം കുറയാ, ഫോസ്ഫറസ് കുറയാന്നുള്ളതിൽ നമ്മൾ പണ്ട് കാലത്ത് ചിന്തകൾ വരാന്ന് പറയും. അപ്പോഴും അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് തുടർച്ചയായ 16ാം വർഷവും പഞ്ചഗുസ്തിയിൽ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടി 62കാരൻ പോൾദാസ് കിഴക്കേ പീടിക. തൃശൂരിൽ നടന്ന സംസ്ഥാന പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ 70 കിലോ സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ വിഭാഗത്തിൽ വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പീടിക ഇരട്ട സ്വർണം കരസ്ഥമാക്കിയാണ് മറ്റത്തൂരിന്റെ അഭിമാന താരമായത്. ഇടത് കൈ വലത് കൈ വിഭാഗങ്ങളിലാണ് പോൾദാസ് ചാമ്പ്യൻഷിപ്പ് നേടിയത്. തുടർച്ചയായ 16ാം തവണയാണ് പഞ്ചഗുസ്തിയിൽ പോൾദാസ് സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്നത്. 2019 ചൈനയിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുള്ള പോൾദാസ് ലോകതലത്തിലെ മികച്ച 10 പഞ്ചഗുസ്തി താരങ്ങളിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 20 വയസ്സുള്ളപ്പോൾ മുതൽ പഞ്ചഗുസ്തി മത്സരങ്ങളിലും ശരീര സൗന്ദര്യ മത്സരങ്ങളിലും പങ്കെടുക്കുന്ന പോൾദാസ് പഞ്ചഗുസ്തിയിൽ പലതവണ ദേശീയ ചാമ്പ്യനായിട്ടുണ്ട്. മിസ്റ്റർ കേരളയായും മിസ്റ്റർ ഇന്ത്യയായും ബോഡി ബിൽഡിംഗ് മത്സരങ്ങളിലും ചാമ്പ്യൻഷിപ്പ് നേടിയിട്ടുണ്ട്. 2024 അസമിലെ ദുലിയാജാനിൽ നടന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം കരസ്ഥമാക്കിയ പോൾദാസ് ആ വർഷം ഏതൻസിൽ നടന്ന ലോക പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. 62ാം വയസ്സിലും കൈകരുത്തിന്റെ കാര്യത്തിൽ താൻ അജയ്യനാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച പോൾദാസ് കിഴക്കേ പീടിക അടുത്ത മാസം ബാംഗ്ലൂരുവിൽ നടക്കാനിരിക്കുന്ന ദേശീയ പഞ്ചഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണ്. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,565 രൂപയും
പവന് 1,16,520 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.